എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ, മലയാള സിനിമ ഫീൽഡിൽ. ഇത് 2009 ദേ അങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കാൻ, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകുന്ന ഒരാൾ പെട്ടെന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു പുറകിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. പക്ഷേ ജഗതി ചേട്ടനുമായിട്ട് ഞാൻ ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് ജെന്യൂൻ ടു മീ. അപ്പൊ പുള്ളിക്കാരുടെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരുടെ അടുത്ത് കാര്യങ്ങളൊന്നും പോയി പറയാം. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരുടെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോട് കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന്റെ ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. ജയസൂര്യാണ് പുറകുന്ന അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. പരാതി എന്ന് പറയുന്നത് അന്നേരം ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ആ സമയത്ത് 13 വർഷം മുമ്പ് ആയതുകൊണ്ട് ധൈര്യമില്ലായിരുന്നു. എന്തോ സംഭവിച്ചത്, ഇനി ഫിലിപ്പീനിൽ ഇങ്ങനെയൊക്കെയാണോ എന്ന് നമുക്ക് തോന്നുമായിരുന്നു എന്താ സംഭവിച്ചത്. അപ്പൊ അത് എന്നാലും ജഗതി ചേട്ടനോട് പറഞ്ഞു. ജഗതി ചേട്ടൻ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞിട്ടില്ല. മുകേഷ് പറഞ്ഞിരുന്നു. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് താല്പര്യമില്ലാതാണ്. അപ്പൊ പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ, നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കല്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച് നീ ആർക്കും കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ. അപ്പൊ നാടകമേ വിലക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി നടന്നു. പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ? ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്ന് ഓടിപ്പോയി. അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടില്ല, ഏതാ റൂമെന്ന്. അപ്പൊ പുറകെ വന്ന് തട്ടി അവിടെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ. എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. എന്നിട്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് എടുത്തില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് എഫക്ട് അത് അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഒളിച്ചെന്നല്ല സപ്രസ് ചെയ്ത് വെച്ചത്. കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിൽ കളിയാക്കത്തില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ഞാനത് മുന്തിയിലാണ്. അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി. തീർച്ചയായിട്ടും. കാരണം അന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു നിയമമായാലും പൊളിറ്റിക്കൽ പരമായിട്ടും. ഇന്ന് കാലം മാറി. ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ്. ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയാകും. കാരണം എനിക്ക് വേണ്ടി ഒരു മോള്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ആക്ഷനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു. പുള്ളിക്കാരന്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡേ തടിയാന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഫോട്ടോ വെച്ചിലായിരുന്നു. അപ്പൊ മിനു ഫോട്ടോ വെച്ചിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എന്റെ അടുത്ത് തന്നെ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വരും, മിനു ഡോർ തുറന്നിട്ടാക്കണം. ഞാൻ നോ ഇല്ല പറ്റില്ല, ഈ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടാക്കണം. വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആരാണെന്നോ ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ ഐ ഡിഡ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോയത്തേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു. എന്റെ ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ സൈലന്റ് ഞാൻ അവിടെ കിടന്നുറങ്ങിയപ്പോഴത്തേക്കും കഥയെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല. ആരാ മുട്ടിയെന്ന് എനിക്കറിയില്ല. മുട്ടുന്നുണ്ടായിരുന്നു, ഞാൻ തുറന്നില്ല. അവിടെ കിടന്നുറങ്ങി. അപ്പൊ പിന്നെ ലാൻഡ് ഫോൺ വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ വയറ് ഊരിട്ടു ലാൻഡ് ഫോണിന്റെ. അപ്പൊ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സെറ്റിംഗ് നിയർ മീ. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എന്താ ചരാച്ചേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനിനോട്? അപ്പൊ ഞാൻ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ദിസ് ഇസ് എ റീസൺ. അവസരങ്ങൾ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ പുറകുണ്ട്. അപ്പൊ അത് പറയുന്നതിൽ പ്രസക്തമില്ല. അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നല്ല, ഒരിക്കലല്ല. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് അഭിനയിക്കണ്ട.
അപ്പൊ ഇത് കൂടാതെ ഈ നടന്മാരെ കൂടാതെ മറ്റൊരു അഡ്വക്കേറ്റ് അവരുടെ പ്രൊഡക്ഷൻ ആളുകൾ ഇവർക്കെതിരെ താങ്കൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാള്. അപ്പം കുട്ടിക്കാനം തറ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എന്റെ വണ്ടിയും കൂടെ ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു. അതിനുശേഷം 2-3 സിനിമ, അതിനകത്ത് കലാഭവൻ മണിയുടെ വൈഫായിട്ടായിരുന്നു. 2-3 ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു, മിനു നമുക്ക് ബോൾഗാട്ടിയിൽ ഒരു ലൊക്കേഷൻ കാണാൻ പോകണമെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരന്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഒരു ചേട്ടനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ച കഴിഞ്ഞ് 3 മണി ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതെ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നല്ലോ. അങ്ങനെ പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. എനിക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ പുറകോട്ട് ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ. പുള്ളിക്കാരൻ പറഞ്ഞു എന്ത്? ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ അവിടെ നിന്ന് വില്ലയിൽ താമസിക്കുന്നുണ്ടല്ലോ. വില്ലയില് റിസോർട്ട് അറിയില്ല ആരുടെ അടുത്ത് എന്നോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നല്ല ജെന്യൂൻ മാനായിരുന്നു. അപ്പൊ പറഞ്ഞു സോറിട്ടാ ഞാനും അറിഞ്ഞില്ല, മിനുവിന്റെ അനുവാദപ്രകാരമല്ല മിനു വന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. ആ സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്തു.